ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് 9ാമത്തെ ശ്ലോകത്തെ പറ്റി മനസ്സിലാക്കാം. മച്ചിന്താ മദ്ഗത പ്രാണ ബോധയന്തഃ പരസ്പരം കഥയന്തച്ച മാം നിത്യം തുഷ്യന്തി ചരമന്തി ച. വിവർത്തനം: മനസ്സ് എന്നിൽ ഉറപ്പിച്ചും ജീവിതം എനിക്ക് സമർപ്പിച്ചും എൻ്റെ ഭക്തർ എന്നിൽ എപ്പോഴും സംതൃപ്തരായി തുടരുന്നു. എന്നെക്കുറിച്ച് പരസ്പരം ബോധവൽക്കരിക്കുന്നതിലും എൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിലും അവർ വലിയ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. മനസ്സിൻ്റെ സ്വഭാവം അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മുഴുകുക എന്നതാണ്. ഭഗവാന്റെ ഭക്തർ അവരോടുള്ള ആഴമായ ആരാധന വളർത്തിയെടുക്കുന്നതിനാൽ അവനെ ഓർക്കുന്നതിൽ മുഴുകുന്നു. അവൻ്റെ ഭക്തി അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തീരുന്നു. അതിൽ നിന്നാണ് അവർക്ക് അർത്ഥവും ലക്ഷ്യവും ജീവിക്കാനുള്ള ശക്തിയും ലഭിക്കുന്നത്. ഒരു മത്സ്യത്തിന് ജലം എത്ര അത്യാവശ്യമാണെന്ന് തോന്നുന്നത് പോലെ ദൈവത്തെ ഓർക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ കരുതുന്നു. ആളുകളുടെ ഹൃദയങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് നിർണയിക്കാൻ അവർ അവരുടെ മനസ്സും ശരീരവും സമ്പത്തും എവിടെ സമർപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആളുകളുടെ ചെക്കുകളും ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റുകളും പഠിക്കുന്നതിലൂടെ അവരുടെ ഹൃദയങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ ആഡംബര കാറുകൾക്കായി പണം ചെലവഴിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം അവിടെയാണ്. അവർ ആഡംബര അവധി ദിവസങ്ങളിൽ ചെലവഴിക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളോടുള്ള സ്നേഹം, അവരുടെ ക്ഷേമത്തിനായി അവർ തങ്ങളുടെ സമയവും സമ്പത്തും ത്യജിക്കാൻ തയ്യാറാണെന്ന വസ്തുതയിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ ഭക്തരുടെ സ്നേഹം ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നതിലൂടെ പ്രകടമാകുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നു, മദ്ഗത പ്രാണ, എൻ്റെ ഭക്തർ അവരുടെ ജീവിതം എനിക്ക് സമർപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അത്തരം സമർപ്പണത്തിൽ നിന്നാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. ഭക്തർ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാന് സമർപ്പിക്കുന്നതിനാൽ അവർ എല്ലാ സാഹചര്യങ്ങളെയും അവനിൽ നിന്ന് വരുന്നതായി കാണുന്നു. അതിനാൽ അവർ സന്തോഷത്തോടെ പോസിറ്റീവ്, നെഗറ്റീവ് സാഹചര്യങ്ങളെ ദൈവഹിതമായി സ്വീകരിക്കുകയും രണ്ടിലും സമനില പാലിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അവൻ്റെ നാമങ്ങൾ, രൂപങ്ങൾ, ഗുണങ്ങൾ, ലീലകൾ, വാസസ്ഥലങ്ങൾ, ഭക്തർ എന്നിവയെക്കുറിച്ചും സംസാരിക്കുന്നതിനാൽ അവർക്ക് വലിയ ആനന്ദം തോന്നുന്നു. ഈ രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചുള്ള കീർത്തനത്തിലും ശ്രവണത്തിലും ഏർപ്പെടുന്നതിലൂടെ അവർ സ്വയം അവൻ്റെ മാധുര്യം ആസ്വദിക്കുകയും മറ്റുള്ളവരുമായി അത് പങ്കിടുകയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ദിവ്യമായ അറിവിനെക്കുറിച്ച് അവരുടെ ബോധവൽക്കരണത്തിലൂടെ അവർ പരസ്പരം പുരോഗതിക്ക് സംഭാവന ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും പാടുന്നതും ഭക്തർക്ക് വലിയ തൃപ്തിയും ആനന്ദവും നൽകുന്നു. ഈ രീതിയിൽ ഓർമ്മിക്കാൻ, കേൾക്കാൻ, ജപം എന്നീ പ്രക്രിയകളിലൂടെ അവർ അവനെ ആരാധിക്കുന്നു. ശ്രവണം, കീർത്തനം, സ്മരണം എന്നിവ ഉൾപ്പെടുന്ന ത്രിമൂർത്തി രൂപത്തിലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.